അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? അങ്ങനെ എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ മത്സരം കടുകടുക്കുകയാണ്. അങ്ങനെ സത്യഭാമയും കുടുംബശ്രീ ശാരദയും കൂടെ തനി നാടൻ ഭക്ഷണം ഉണ്ടാക്കാനാണ് ഫൈനൽ റൗണ്ടിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ശാരദ സാമ്പാറും ഇഡലിയും ഉണ്ടാക്കുന്നു. നമ്മുടെ സത്യഭാമയാകട്ടെ കപ്പയും നല്ല ചുട്ട ചമ്മന്തിയും ആണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഫൈനലിൽ ആര് ജയിക്കുമെന്നുള്ള ഇതിലേക്ക് എത്തുകയാണ്. അങ്ങനെ ലാസ്റ്റ് വിധി പ്രഖ്യാപനമായി രേഖ എത്തുകയാണ്. അങ്ങനെ വിധി പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ കുടുംബശ്രീ ശാരദയ്ക്ക് 6 മാർക്കും സത്യഭാമയ്ക്ക് 8 മാർക്കും കിട്ടി. അങ്ങനെ 8 മാർക്കോടുകൂടി സത്യഭാമ വിജയമായി പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ ഇതേ സമയത്ത് നമ്മുടെ ശാരദ ഇങ്ങനെ ആലോചിക്കുകയാണ്. നമ്മുടെ ശാലിനിയാണ് ശരിക്കും ശാരദയെ മത്സരത്തിന് പറഞ്ഞു വിടുന്നത്. അപ്പോൾ ശാലിനി പറഞ്ഞ കാര്യങ്ങൾ കുടുംബശ്രീ ശാരദ ഇങ്ങനെ ഓർക്കുകയാണ്. ശാലിനി പറയുകയാണ്, അമ്മ മത്സരിക്കണം, കാരണം അമ്മ മത്സരിച്ചാൽ മാത്രമേ നമ്മുടെ സത്യഭാമയെ ജയിപ്പിക്കാനാകുകയുള്ളൂ. അപ്പോൾ ശാരദ ചോദിക്കുന്നത്, എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നത്, വേറെ ആൾക്കാർ ഫൈനൽ റൗണ്ടിലേക്ക് വന്നാൽ ഒരിക്കലും സത്യഭാമ ജയിക്കത്തില്ല, അതുകൊണ്ട് അമ്മ അതിനുള്ള തന്ത്രപരമായ നീക്കം നടത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ്. അപ്പം മോളുടെ മനസ്സ് അവർ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയും. അതൊന്നും വേണ്ട, സത്യഭാമ മത്സരിക്കുന്നത് അച്ഛന് വേണ്ടിയാണ്. ഈ പണം ഈ മത്സരത്തിൽ സത്യഭാമ ജയിച്ചേ പറ്റുള്ളൂ, അത് അച്ഛനെ ചികിത്സിക്കാനുള്ള പണമാണ്, അതുകൊണ്ട് അമ്മ അതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും നീക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുടുംബശ്രീ ശാരദ സത്യഭാമയ്ക്ക് അത് വിട്ടുകൊടുക്കുകയാണ്. കാരണം അവർ നന്നായി ചെയ്താൽ ഒരിക്കലും സത്യഭാമയ്ക്ക് അത് കിട്ടത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ നമ്മുടെ ശാരദ എന്ത് ചെയ്യാണ്, ഇത് സ്വയം അങ്ങ് ഒഴിഞ്ഞു കൊടുക്കുകയാണ്. കാരണം തൻ്റെ മകളുടെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ മകൾ പറഞ്ഞതനുസരിച്ച് സ്വയം പുറകോട്ട് വലിക്കുകയാണ്. അങ്ങനെ മത്സരത്തിലെ ട്രോഫി വാങ്ങാൻ വേണ്ടി സത്യഭാമയെ വിളിക്കുന്നു. അങ്ങനെ ട്രോഫിയും ക്യാഷ് അവാർഡും ഒക്കെ കൊടുക്കുകയാണ്. ഇതൊക്കെ കിട്ടുമ്പോഴും നമ്മുടെ സത്യഭാമയുടെ ഉള്ളിൽ ശാരദ ടീച്ചറോട് വെറുപ്പാണല്ലോ, ശാരദയോട് വെറുപ്പാണ്. അപ്പോൾ ആ വെറുപ്പ് വെച്ചുകൊണ്ട് തന്നെ അവർ പോയി സമ്മാനമൊക്കെ വാങ്ങി തിരികെ വരുന്നു. ഇതേ സമയത്താണെങ്കിൽ രാഘവൻ നായരും എല്ലാവരും കാത്തിരിക്കുകയാണ്. കാരണം ആ വിജയെ കാണാൻ വേണ്ടി നമ്മുടെ സുബേർക്കയും കാത്തിരിക്കുന്നു. അപ്പോൾ സുബേർക്ക പറയുന്നുണ്ട്, ഇത്ര നേരമായി വന്നില്ലല്ലോ, ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് വിചാരിച്ചാണ് വന്നിരിക്കുന്നതെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ എല്ലാവരും സത്യഭാമയെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചതെന്നൊക്കെ നമ്മുടെ വിഷ്ണു നമ്മുടെ ശാരദയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശാലിനി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം വിഷ്ണുവിന് മനസ്സിലാവുന്ന തൻ്റെ ഭാര്യയുടെ മനസ്സ് അല്ലെങ്കിൽ ശാലിനിയുടെ മനസ്സ് എന്താണെന്ന്, അമ്മയെ ജയിപ്പിക്കുക എന്നത് തന്നെയാണ് ഏവരുടെ ആവശ്യമെന്ന് അവർക്ക് മനസ്സിലാകുന്നു. അങ്ങനെയൊക്കെയാണ് കഥ പോകുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.